2,4 ലക്ഷം കോപ്പി അച്ചടിച്ച ഒരു പുസ്തകം അതിൽ 38 കോപ്പി മാത്രം വിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിധി വന്നിരിക്കുന്നത് നമ്മൾ അറിഞ്ഞതാണ്. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സോഷ്യൽ സയൻസ് പുസ്തകം NCERT സിലബസ്, അതിൽ ജുഡീഷ്യറിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് 2-3 കാര്യങ്ങൾ, ജുഡീഷ്യറിയുടെ അഴിമതിയെക്കുറിച്ച്, അതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ ജഡ്ജിമാരില്ല എന്നുള്ളതിനെക്കുറിച്ച്, പിന്നൊന്ന് കേസുകൾ ഒരുപാട് കെട്ടിക്കിടക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ ജുഡീഷ്യറിയുടെ അന്തസ്സ് എന്താവും, അതിൻ്റെ ഭാവി എന്താവും, അതിനെക്കുറിച്ച് കുട്ടികൾ എന്തായിരിക്കും വിചാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ബെഞ്ചാണ് വളരെ ശക്തമായ തീരുമാനമെടുത്ത് മുഴുവൻ കോപ്പികളും കണ്ടുകെട്ടാനും എവിടെയെങ്കിലും ഡിജിറ്റലായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ, വെബ്സൈറ്റിലുണ്ടെങ്കിൽ അതൊക്കെ പിൻവലിക്കാനും ഡിലീറ്റ് ചെയ്യാനും തീരുമാനമെടുത്തുകൊണ്ടുള്ള വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഇത്തരം സന്ദർഭങ്ങൾ അപൂർവങ്ങളിൽ അപൂർവം എന്ന് വേണം പറയാൻ, ഇങ്ങനെയുള്ള ഇടപെടലും വിധിയുമൊക്കെ. അതിൻ്റെ കൂടെ ഈ തയ്യാറെടുപ്പ് സമിതികളുണ്ടല്ലോ, ഇതൊക്കെ തയ്യാറാക്കുന്ന ഒരു സമിതി NCERT പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ആരൊക്കെയാണ് തയ്യാറാക്കുന്നത്? വിദഗ്ധന്മാരാണ്, ഒരുപാട് പഠിച്ചവരാണ്, അറിവുള്ളവരാണ്, ഒരുപാട് വിശകലനം ചെയ്തവരാണ്. അവർ തയ്യാറാക്കുമ്പോൾ 1-2 ആളുകളുടെ മേൽ ഉത്തരവാദിത്വം ചുമത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അതിലുപരിയായി ഒരു അച്ചടക്ക സമിതി ഈ വിഷയത്തിൽ വേണം, ഒരു നിരീക്ഷണ സമിതി വേണം. നമ്മുടെ കുട്ടികൾക്ക് വെറുപ്പ്, വിദ്വേഷം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വിഷം, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സിലബസിലേക്ക് പോകാതിരിക്കാൻ വേണ്ട ഒരു കരുതലെന്ന രൂപത്തിൽ ഒരു പ്രധാനപ്പെട്ട സമിതിയെ ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പുസ്തകം തയ്യാറാക്കുമ്പോൾ വെക്കണമെന്നാണ് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഇക്കാര്യം വീക്ഷിക്കുമ്പോൾ പറയാൻ തോന്നുന്നത്. ഒരു കാരണവശാലും ഒരു വിഷവും വെറുപ്പും വിഭജന ചിന്താഗതിയും കുട്ടികളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു പരീക്ഷണ സമ്പ്രദായങ്ങളും പരീക്ഷാ രീതികളും ഉണ്ടാകരുതേ എന്ന അഭ്യർത്ഥന മാത്രം ഞങ്ങൾക്ക്.